ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിലബസ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, പ്രൊഡ്യൂസേഴ്സ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണ് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്കോസിസ്റ്റം, എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. അപ്പൊ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്കോസിസ്റ്റം, ഹാബിറ്റാറ്റ് ഇതൊക്കെ തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് ഒന്ന് അറിയണം അല്ലെ? ആദ്യം നമുക്ക് ഹാബിറ്റാറ്റ് എന്താണെന്ന് നോക്കാം. ഹാബിറ്റാറ്റ് ഈസ് നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് അൻ ഓർഗാനിസം ലീവ്സ്. ഒരു ഓർഗാനിസം താമസിക്കുന്ന നാച്ചുറൽ സറൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാം? ഹാബിറ്റാറ്റ് എന്ന് പറയാം. ഇപ്പൊ എന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് എന്റെ വീട്ടിലാണ് അല്ലെ? അപ്പൊ എന്റെ വീട് എന്ന് പറയുന്നതാണ് എന്ത്? എന്റെ ഹാബിറ്റാറ്റ് അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ ജീവിക്കും ഹാബിറ്റാറ്റ് ഉണ്ട്. ഇനി the biotic and abiotic factors in the surrounding and their mutual relationship together form the ecosystem. അപ്പൊ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഹാബിറ്റാറ്റിനെ കുറച്ചും കൂടെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ? എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? അതായത് എക്കോസിസ്റ്റത്തില് ബയോട്ടിക് അബയോട്ടിക് ഫാക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നു? അവര് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിലൂടെ കാണപ്പെടുന്നു എക്കോസിസ്റ്റത്തിൽ. അതാണ് വ്യത്യാസം. അപ്പോൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, എവിടെയാണോ ജീവിക്കുന്നത്, അതിന് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയും. എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? അവിടെ ബയോട്ടിക് കമ്പോണൻസ് വരും, അബയോട്ടിക് കമ്പോണൻസ് വരും. ഇനി എന്താണ് ഈ ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ്? ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ളതാണ്. അതായത് ജീവനുള്ള എന്തിനേയും നമ്മൾ ബയോട്ടിക് എന്ന് പറയും. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയായിരിക്കും ജീവനുള്ളത്? പ്ലാന്റ്സ് വരാം, ആനിമൽസ് വരാം, മൈക്രോ ഓർഗാനിസംസ് വരാം. ഇതെല്ലാനും എന്താണ്? ബയോട്ടിക് കമ്പോണൻസ് ആണ്. ലിവിങ് ഓർഗാനിസംസ് ഇൻക്ലൂഡ് വേരിയസ് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്. മനസ്സിലായില്ലേ? ബയോട്ടിക് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ അവിടെ ജീവനുള്ള കാര്യങ്ങളൊക്കെയാണ് വരാം. ഇനി നേരെ തിരിച്ച് അബയോട്ടിക്. ഈ ബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമിന്റെ ഫ്രണ്ടിൽ ഒരു എ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബയോട്ടിക്. അതായത് ഇത് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് ആണ് വരാം. എന്തൊക്കെ വരാം? സോയിൽ, വാട്ടർ, ടെമ്പറേച്ചർ, സൺലൈറ്റ്, വിൻഡ്, റോക്ക്, ഇതെല്ലാനോ എന്താണ്? അബയോട്ടിക് കമ്പോണൻസ് ആണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായില്ലേ? ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? എന്തൊക്കെയാണ് ബയോട്ടിക് കമ്പോണൻസിൽ വരാ, എന്തൊക്കെയാണ് അബയോട്ടിക് കമ്പോണൻസ്. അപ്പോൾ ഇത് രണ്ടും ഇന്ററാക്ട് ചെയ്യുന്നത് എന്തിലാണ്? ഒരു എക്കോസിസ്റ്റത്തിലാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എക്കോസിസ്റ്റം ഈസ് കൺസിഡേർഡ് ആസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ എൻവയോൺമെന്റ്. ഒരു എൻവയോൺമെന്റിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഈ എക്കോസിസ്റ്റത്തിനെ കണക്കാക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ് ഒരു എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് അത് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കുന്ന ബയോളജിയിലെ അല്ലെങ്കിൽ സയൻസിന്റെ ഒരു ശാസ്ത്രശാഖയാണ് നമ്മൾ എക്കോളജി എന്ന് പറയുന്നത്. എക്കോളജി. ഇനി അത് പഠിക്കുന്ന ആളെ നമ്മൾ, അല്ലെങ്കിൽ അത് പഠിക്കുന്ന സയന്റിസ്റ്റിനെ നമ്മൾ എന്ത് പറയും? എക്കോളജിസ്റ്റ് എന്ന് പറയും. ഓക്കെ. അപ്പൊ പലതരത്തിലുള്ള എക്കോസിസ്റ്റം അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്കോ ഹാബിറ്റാറ്റ് നമുക്കിപ്പോ താഴെ കാണാം അല്ലെ? താഴെ നമുക്ക് ഒരു ഓഷ്യൻ ഉണ്ട് അല്ലെ? ഓഷ്യൻ എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം ആണ്. അതേപോലെ തന്നെ എന്താണ്? മറ്റൊരു എക്കോസിസ്റ്റം ആണ് ഫോറസ്റ്റ്. ഇപ്പൊ രണ്ട് പിക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും എന്താണ്? എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് നമുക്ക് പറയാം. ഇനി ഓരോ എക്കോസിസ്റ്റത്തിലെയും ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ് നമുക്ക് തിരിച്ച് തിരിച്ച് പറയുകയാണെങ്കിലേ, ഇപ്പൊ പോണ്ട്, കുളം, അത് നമ്മൾ ഒരു എക്കോസിസ്റ്റം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലെ ബയോട്ടിക് കമ്പോണൻസ് എന്തൊക്കെ വരാം? അതിലെ ചെറിയ ചെറിയ ഫിഷസ്, ഫ്രോഗ്, ആൽഗെ, അക്വാട്ടിക് പ്ലാന്റ്സ്, ഇതൊക്കെ എന്തായി? അതിലെ ബയോട്ടിക് കമ്പോണൻസ് ആയി. ഇനി അബയോട്ടിക് കമ്പോണൻസ് അതിൽ എന്തൊക്കെ വരും? വെള്ളം, മെയിൻ ആയിട്ട് അതാണല്ലോ, വാട്ടർ. പിന്നെ അതിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാകും, അതേപോലെ താഴെ മണ്ണുണ്ടാകും. ഇതെല്ലാം എന്താണ്? അബയോട്ടിക് കമ്പോണൻസ് ആണ്. ഇനി അടുത്തൊരു എക്കോസിസ്റ്റം ഫോറസ്റ്റ്. അതിൽ ഏതൊക്കെയാണ് ബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് വരാം?
ആ ട്രീസ്, ആനിമൽസ്, ഇൻസെക്ട്, പ്ലാന്റ്സ്, ബേർഡ്സ് അല്ലെ. പിന്നെ അതില് അബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് എന്തൊക്കെ വരും? മൗണ്ടെയിൻസ്, റോക്സ്, വാട്ടർഫോൾ, റിവർ എക്സെട്ര അല്ലെ. പിന്നെ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിലാണെങ്കിലോ അതിൽ ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അതില് ക്യാമൽ, കാക്ടസ്, ചെറിയ ചെറിയ ട്രീസ് അല്ലെ. നമ്മൾ പഠിച്ചില്ലേ, നമ്മള് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഡെസേർട്ടിൽ ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നതൊക്കെ പഠിച്ചായിരുന്നു അല്ലെ. കള്ളിമുൾച്ചെടികളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ബയോട്ടിക് കമ്പോണൻസിൽ വരുന്നു. അബയോട്ടിക് കമ്പോണൻസിൽ എന്തൊക്കെ വരുന്നു? സോയിൽ, റോക്ക്, വാട്ടർ ബോഡീസ് ഒക്കെ, ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് ഉണ്ടെങ്കിൽ ഡെസേർട്ടിൽ, അതൊക്കെ എന്താണ്? അബയോട്ടിക് കമ്പോണൻസ് ആണ്. അപ്പൊ ഇതാണ് വ്യത്യാസം. മെയിൻ ആയിട്ടുള്ള ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസിന്റെ വ്യത്യാസം. അത് ഓരോ എക്കോസിസ്റ്റം അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും അവിടെ കാണുന്ന ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എക്കോസിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റവും കാണുന്നുണ്ട്. നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഓഷ്യൻ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആണ്. പിന്നെന്താ, ഫോറസ്റ്റ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആണ്. ഇനി മാൻമെയ്ഡിന് എക്സാമ്പിൾ പറയുമെങ്കിലോ, അതിലെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് അക്വേറിയം അല്ലെ. അക്വേറിയം ആരാ? നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. നമ്മള് ഒരു അതിന് വേണ്ടിയിട്ട് ഒരു ടാങ്ക് എടുക്കുന്നു, അതിൽ വെള്ളം നിറയ്ക്കുന്നു, അതിൽ കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, എയർ, അതിന് ഓക്സിജൻ കിട്ടാനുള്ള കുറെ സിസ്റ്റംസ് നമ്മൾ വെക്കുന്നു. അതിൽ കുറെ ഫിഷസ് ഇടുന്നു, സ്നെയിൽ ഇടുന്നു, പിന്നെ അങ്ങനെയുള്ള അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഇടുന്നു. അങ്ങനെ നമ്മളൊരു എക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അല്ലെ. അതിനെ നമ്മൾ എന്ത് പറയാം? മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. ഇപ്പൊ രണ്ട് രീതിയിൽ എക്കോസിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ പറയുന്ന ഒരു ടേമാണ് ബയോസ്ഫിയർ. നമ്മുടെ എർത്തില് ലൈഫ് കാണുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? ബയോസ്ഫിയർ എന്ന് നമ്മൾ പറയാം. അതിൽ എന്തൊക്കെ വരാം? സോയില്, വാട്ടർ, അറ്റ്മോസ്ഫിയർ അല്ലെ. ഇത്രയുമാണ് എന്തുള്ളത്? എർത്തിലുള്ളത്. കര, കടല്, പിന്നെ നമ്മുടെ അന്തരീക്ഷവും. ഇത്രയുമാണ് നമ്മുടെ ബയോസ്ഫിയർ. ലൈഫ് കാണുന്ന ആ ഒരു പാർട്ടിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയാ? ബയോസ്ഫിയർ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബയോസ്ഫിയർ പ്രൊവൈഡ്സ് മെനി വൈറ്റൽ റിസോഴ്സസ് which can be used by the human beings for food, medicine, building supplies and fuel. അപ്പോൾ ഈ പ്രകൃതിയിൽ തന്നെ എല്ലാം ഉണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? അതിൽ താമസക്കാരായിട്ടുള്ള നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലെ. ഹ്യൂമനും അനിമൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ട്. നമ്മളത് കൺസ്യൂം ചെയ്ത് നമ്മൾ അതിനെ, അല്ലെങ്കിൽ നമ്മുടെ സർവൈവലിന് വേണ്ടി ഇവയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഓവർ ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുക? നമ്മൾ ഭൂമിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് നമ്മൾ പറയാം അല്ലെ. നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് മരങ്ങൾ വെട്ടുന്നു, കൂടുതലായിട്ട് നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നു. ഇതുവഴിയൊക്കെ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. നമുക്കപ്പോ ഒരു ലിമിറ്റേഷൻ, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിൽ നമ്മൾ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും യൂസ് ചെയ്യണം. കാരണം ഭാവി തലമുറയ്ക്ക് ഇവിടെ ഒരു ജീവിതം സാധ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കും നമ്മൾ അനുഭവിച്ച പോലെയുള്ള ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കണം അല്ലെ. അവർക്കും നല്ലൊരു ജീവിതം ലഭിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ ബയോസ്ഫിയർ ആണ്. ബയോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിലെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാം? ബയോസ്ഫിയർ എന്ന് പറയാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു? നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ബയോട്ടിക് കമ്പോണൻസും ഉണ്ട്, അബയോട്ടിക് കമ്പോണൻസും ഉണ്ട്. നമുക്ക് തിരിച്ച് തിരിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് ബയോട്ടിക് കമ്പോണൻസ് പഠിക്കാം. ബയോട്ടിക് കമ്പോണൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ പറഞ്ഞു ജീവനുള്ള എല്ലാനും എന്താണ്? ബയോട്ടിക് കമ്പോണൻസ് നമ്മൾ പറയാറുണ്ട്. അതില് പ്ലാന്റ്സ് വരും, അനിമൽസ് വരും, മൈക്രോ ഓർഗാനിസംസ് വരും. അപ്പോൾ അതിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം: പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസർ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് ആരായിരിക്കും? ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. അതായത് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. എങ്ങനെ? ഫോട്ടോസിന്തസിസ് വഴിയായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് പറയാ? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ്
all autotrophic green plants that are capable of photosynthesis. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നവരെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഓട്ടോട്രോഫിക് എന്ന് പറയാ. അങ്ങനെയാണ് അവര് ഫുഡ് ഡിറൈവ് ചെയ്യുന്നത്, സ്വന്തമായിട്ട് പാകം ചെയ്യുന്നു ത്രൂ ഫോട്ടോസിന്തസിസ്. എങ്ങനെയാണ് അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവര് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ അവരെന്തുണ്ടാക്കുന്നു? ഗ്ലൂക്കോസ്, സ്റ്റാർച്ച് ഉണ്ടാക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, അല്ലെ? ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ് വഴി പ്രൊഡ്യൂസേഴ്സ് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നു. അപ്പോ ആദ്യത്തെ കാറ്റഗറിയാണ് പ്രൊഡ്യൂസേഴ്സ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? കൺസ്യൂമേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ഡിറൈവ് ന്യൂട്രീഷൻ ഫ്രം അതർ പ്ലാന്റ്സ് ഓർ ആനിമൽസ്. മറ്റൊരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയും. ഉപഭോക്താക്കൾ. മറ്റൊരു ജീവിയെ കൺസ്യൂം ചെയ്യുന്നവർ, അവരാണ് ആര്? കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? ഹെർബിവോർ, കാർണിവോർ, ഒംനിവോർ. ഈ ഒരു ഡിവിഷൻ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? ഹെർബിവോർ അതായത് അവരെന്താണ്? അവര് പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഹെർബിവോർസ്. കാർണിവോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? എന്താ, മാംസം ഭക്ഷിക്കുന്ന ആൾക്കാരാണ് കാർണിവോർ എന്ന് പറയുന്നത്. ഒംനിവോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെ പോലെ രണ്ടും കഴിക്കുന്ന ആൾക്കാര്. അതായത് പ്ലാന്റ്സും കഴിക്കും, അവരതേപോലെ തന്നെ എന്തും കഴിക്കും? മാംസവും കഴിക്കും. അപ്പോൾ ഈ ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് കൺസ്യൂമേഴ്സിനെ അഗൈൻ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ആണ് ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് ദേ ആർ മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ മൂന്നാമത്തെ കാറ്റഗറിയിൽ ആരാ വരുന്നത്? മൈക്രോ ഓർഗാനിസംസ് ആണ്. ദാറ്റ് ഫീഡ് ഓൺ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇവിടെ നിന്ന് ഭൂമിയിൽ ചത്തുപോയ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഡെഡ് ആയി പോയിട്ടുള്ള അനിമൽസിനെയും അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഡീകമ്പോസ് ചെയ്ത് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റി മണ്ണിലേക്ക് അലിയിപ്പിക്കുന്ന ആൾക്കാരാണ് ആര്? ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ ക്ലീനിങ് ഏജന്റ്സ് ഓഫ് ദ എൻവയോൺമെന്റ്. അവരാണ് ഭൂമിയെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, അല്ലെ? ഇങ്ങനെ വരുന്ന വേസ്റ്റുകളൊക്കെ മണ്ണിൽ കിടക്കാണ്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്തത് മണ്ണിലേക്ക് അലിയിക്കുന്ന ആൾക്കാരാണ് ആര്? ഡീകമ്പോസേഴ്സ്. അപ്പൊ ഇവര് നമുക്ക് ക്ലീനിങ് ഏജന്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് 3 കാറ്റഗറി. ബയോട്ടിക് കമ്പോണൻസിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് അബയോട്ടിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അബയോട്ടിക് കമ്പോണൻസ്. ദ മേജർ അബയോട്ടിക് കമ്പോണൻസ് ആർ ലൈറ്റ്, വാട്ടർ, സോയിൽ, ടെമ്പറേച്ചർ ആൻഡ് വിൻഡ്. ഇതാണ് നമ്മൾ മേജർ ആയിട്ട് പറയുന്ന അബയോട്ടിക് കമ്പോണൻസ്. ഇനി നമുക്ക് ഓരോന്നും എടുത്തു പറയാം. ലൈറ്റ്. ലൈറ്റ് എവിടുന്ന? ഏതാ മേജർ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്? സൂര്യനാണ്, അല്ലെ? സൺലൈറ്റ് വഴിയായിട്ടാണ് നമുക്ക് ഭൂമിയിലേക്ക് എന്തെത്തുന്നത്? ലൈറ്റ് എത്തുന്നത്, പ്രകാശം എത്തുന്നത്. ഈ വരുന്ന പ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് പ്ലാന്റ്സ് കൺസ്യൂം ചെയ്തിട്ട് അവരെന്തുണ്ടാക്കുന്നു? അവര് ഫുഡ് ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ അവരെന്തുണ്ടാക്കുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഓക്സിജൻ ആണ് ആര് കൺസ്യൂം ചെയ്യുന്നത്? നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, അനിമൽസ് കൺസ്യൂം ചെയ്യുന്നത്. പ്ലാന്റ്സും കൺസ്യൂം ചെയ്യുന്നുണ്ട്, നമ്മളാണ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെ? അപ്പോ ലൈറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിലുള്ള കാര്യം നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും നമ്മുടെ ലൈഫ് എന്ന്? നമ്മുടെ ഭൂമിയിൽ ജീവിതം അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് സണ്ണാണ്. പ്ലാന്റ്സ് ക്യാനോട്ട് പ്രിപ്പയർ ഫുഡ് വിത്തൗട്ട് സൺലൈറ്റ്. സൺലൈറ്റ് ഇല്ലാണ്ട് അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അവർ ഓക്സിജൻ ഉണ്ടാക്കില്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ മനുഷ്യർക്ക്, അനിമൽസിന് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഇനി എയർ. ലൈഫ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് എയർ. നമുക്കത് ചിന്തിക്കാനേ സാധിക്കില്ല, അല്ലെ? ഓക്സിജൻ ഇല്ലാതെ, എയർ ഇല്ലാതെ ഒരു ജീവിതം നമുക്കില്ല. ബിക്കോസ് ഓൾ ലിവിങ് തിങ്സ് റെസ്പയർ ഓക്സിജൻ. എല്ലാവരും എന്താണ് ശ്വസിക്കുന്നത്?
ഓക്സിജൻ ആണ് ശ്വസിക്കുന്നത്. പ്ലാന്റ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രിപ്പയർ ദെയർ ഫുഡ്. അതേപോലെ തന്നെ പ്ലാന്റ്സ് അവരുടെ ഫുഡ് പ്രിപ്പറേഷന് അവർ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് അവരെന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി വാട്ടർ. ഭൂമിയുടെ 70% എന്താണെന്നാണ് പറയുന്നത്? വെള്ളം അല്ലെ, വാട്ടർ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ പോണ്ട്, ലേക്സ്, റിവേഴ്സ്, സീസ് ആൻഡ് ഓഷ്യൻസ്. പലതരം വാട്ടർ ബോഡീസ് ഉണ്ട്. ഇതിലെല്ലാത്തിലും എന്ത് കാണുന്നു? വെള്ളം കാണുന്നു. ദീസ് വാട്ടർ ബോഡീസ് കണ്ടെയ്ൻ മെനി അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഈ പറഞ്ഞ എല്ലാ വാട്ടർ ബോഡീസിലും പലതരം അക്വാട്ടിക് ഓർഗാനിസംസ് ഉണ്ട്. ഫിഷസ്, മറ്റു എന്താ പറയാ, ഇപ്പൊ ഓഷ്യൻ ആണെങ്കിൽ അപ്പൊ എന്തൊക്കെയാ വരാം? ഷാർക്ക്, ഇതേപോലെ വെയിൽസ്, പിന്നെ കുഞ്ഞു കുഞ്ഞു അക്വാട്ടിക് ഓർഗാനിസംസ് വരാം. പിന്നെ എന്താ, സ്ക്വിഡ് വരാം. അങ്ങനെ പലതരം വൈഡ് വെറൈറ്റി ഓഫ് ക്രീച്ചേഴ്സ് നമുക്ക് എന്തിൽ കാണാൻ സാധിക്കും? ഓഷ്യൻ അല്ലെ. അങ്ങനെ ഓരോ വാട്ടർ ബോഡീസിലും പലതരം അക്വാട്ടിക് പ്ലാന്റ്സും അനിമൽസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് സോയിൽ, മണ്ണ് എന്ന് പറയുന്നത്. ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് എർത്ത് അല്ലെ. എർത്തിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. ഇവിടെ നമുക്ക് പലതരം മിനറൽസ് കിട്ടുന്നു. ഓർ, അയിരുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പലതരം മിനറൽസ് കിട്ടുന്നു. അതേപോലെ തന്നെ വാട്ടർ, പിന്നെ ലിവിങ് ഓർഗാനിസംസ്, ഹ്യൂമസ്. നമ്മളൊക്കെ താമസിക്കുന്നത് എവിടെയാ? മണ്ണിലാണ് അല്ലെ. നമ്മൾ മണ്ണില് ഒരു വീടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അതേപോലെ ഹ്യൂമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ, ആ അത് മണ്ണിൽ എങ്ങനെയാണ്? മണ്ണിൽ മണ്ണിലേക്ക് അത് അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് ഹ്യൂമസ്. ഇനി ദാറ്റ് പ്രൊവൈഡ് ഹാബിറ്റാറ്റ് ആൻഡ് റിസോഴ്സസ് ഫോർ പ്ലാന്റ് അനിമൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു താമസിക്കാനുള്ള ഒരു ഇടവും തരുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള റിസോഴ്സസും തരുന്നു. സോയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? അബയോട്ടിക് കമ്പോണന്റ് ആണ്. ഇനി ടെമ്പറേച്ചർ, മെറ്റബോളിക്, അതായത് നമ്മുടെ മെറ്റബോളിക് റേറ്റ്, അതേപോലെ തന്നെ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചറിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ സ്പീഷ്യസ് ഡിസ്ട്രിബ്യൂഷനെ, അതായത് ഡെസേർട്ടിൽ കാണുന്ന അത്രയും ചൂടിൽ സർവൈവ് ചെയ്യുന്ന ജീവികള്, അതേപോലെ തന്നെ പോളാർ റീജിയനിൽ ജീവിക്കുന്ന അത്രയും തണുത്ത സ്ഥലത്ത് ജീവിക്കുന്ന ജീവികള്, അവരെല്ലാരും ഓരോ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് അവർ ഓരോ റീജിയണിൽ കാണുന്നത്. അപ്പൊ ഇങ്ങനെ സ്പീഷ്യസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ ഡിസ്ട്രിബ്യൂഷനും ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് എന്ത്? അബയോട്ടിക് കമ്പോണൻസ്. ഏതൊക്കെയാണ് അബയോട്ടിക് കമ്പോണൻസ്? ലൈറ്റ്, വാട്ടർ, സോയിൽ, ടെമ്പറേച്ചർ ആൻഡ് വിൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്? അബയോട്ടിക് കമ്പോണൻസിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹാബിറ്റാറ്റ് എന്താണ്? നമ്മുടെ ഡ്വെല്ലിംഗ് പ്ലേസ്, എവിടെയാണോ ഓർഗാനിസം കാണുന്നത് ആ ഒരു നാച്ചുറൽ സറൗണ്ടിങ്ങിനെ നമ്മൾ എന്ത് പറയുന്നു? ഹാബിറ്റാറ്റ് എന്ന് പറയുന്നു. ഇനി എക്കോസിസ്റ്റം ആണെങ്കിലോ, അവിടെ ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നു? എക്കോസിസ്റ്റം എന്ന് പറയുന്നു. ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള ഓർഗാനിസംസ് ആണ്, ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അതിനകത്ത് വരാം. ഇനി അബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അവിടെ നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, വാട്ടർ, സോയിൽ അങ്ങനെയുള്ള കമ്പോണൻസ് ഒക്കെയാണ് വരാം. ഇനി നമുക്ക് എക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം, അതായത് ഫോറസ്റ്റ്, ഓഷ്യൻ പോലെ നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം. പിന്നെ ഒന്നാണ് മാൻ മെയ്ഡ് എക്കോസിസ്റ്റം, അക്വേറിയം പോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാൻ മെയ്ഡ് എക്കോസിസ്റ്റം. പിന്നെ നമ്മൾ പഠിച്ചത് ബയോസ്ഫിയർ, അതായത് ഭൂമിയിൽ ജീവൻ കാണുന്ന അല്ലെങ്കിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടാണ് ബയോസ്ഫിയർ. പിന്നെ എന്താ പഠിച്ചത്? എക്കോസിസ്റ്റത്തിന്റെ ഒരു കമ്പോണന്റ് ആയിട്ടുള്ള, അതായത് ബയോട്ടിക് കമ്പോണന്റിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് ഉൽപാദകർ എന്ന് പറയും, ഗ്രീൻ പ്ലാന്റ്സ് ആണ് മെയിൻ ആയിട്ട് വരാം. കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കൾ, അവര് ആരാണ്? അവര് മറ്റൊരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഡീകമ്പോസേഴ്സ്, അവരെന്താ ചെയ്യുന്നത്? അവര് ഡെഡ് ആൻഡ് ഡീക്കിങ് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മണ്ണിലേക്ക് അലിയിപ്പിക്കുന്നു. അപ്പോൾ ഇത് മൂന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് അബയോട്ടിക് കമ്പോണൻസ്. അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി
ഈ പറയുന്ന അബയോട്ടിക് ബയോട്ടിക് കമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ് കണ്ടിന്യൂസ്ലി ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബ്രീത്ത് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്ന് പറയുന്നത് ആരാണ്? ബയോട്ടിക് കമ്പോണന്റ് ആണ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അബയോട്ടിക് കമ്പോണൻസ് ആണ്. അപ്പൊ ഇതെന്താ? ഒരു ഇന്ററാക്ഷൻ അല്ലേ. ഓക്കെ. ഇനി അടുത്തത്, പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് ആരാ? ബയോട്ടിക് കമ്പോണൻസ് ആണ് അല്ലെ. അവർക്ക് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അബയോട്ടിക് കമ്പോണന്റ് ആയിട്ടുള്ള എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അല്ലെങ്കിൽ അബയോട്ടിക് കമ്പോണന്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണം. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ മനസ്സിലായില്ലേ? ഇനി വെൻ ദീസ് ഓർഗാനിസം ഡൈ, ഈ ഓർഗാനിസംസ് ഡൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ഒരു കമ്പോണൻസ് ഒക്കെ അവര് അബയോട്ടിക് കമ്പോണന്റ് ആയിട്ടുള്ള സോയിലിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇന്ററാക്ഷൻസ് ആണ് അല്ലെ. ഇന്ററാക്ഷൻ, ആ ഒരു ഇന്ററാക്ഷൻ എന്നിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഒരു ഇന്ററാക്ഷൻ, ബയോട്ടിക് അബയോട്ടിക് കമ്പോണന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഫുഡ് ചെയിൻ, ആഹാര ശൃംഖല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫുഡ് ചെയിൻ റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് ലിവിങ് തിങ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ അതർ ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ആഹാര ശൃംഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്ന ജീവികളുടെ ശൃംഖല, അതാണ് ആഹാര ശൃംഖല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ജീവി അവിടെ തിന്നുന്നു, ഒപ്പം അത് തിന്നപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു സീരീസ് ആണ് അല്ലെ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സീരീസ് ഓഫ് ലിവിങ് തിങ്സ് ഡിപ്പെൻഡിങ് ഓൺ അതർ, ഫുഡിന് വേണ്ടി അവർ മറ്റൊന്നിനെ ആശ്രയിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുഡ് ചെയിൻ എന്ന് പറയാം, ആഹാര ശൃംഖല എന്ന് നമ്മൾ പറയാം. അത് ഇറ്റ് ഓൾസോ എക്സ്പ്ലെയിൻസ് ദ ഫീഡിംഗ് പാറ്റേൺ ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദ ഓർഗാനിസം. ഇതുവഴി നമുക്ക് എന്ത് മനസ്സിലാവുന്നു? അവരുടെ ഫീഡിംഗ് പാറ്റേൺ, അവരൊരു ഹെർബിവോർ ആണോ, അവരൊരു കാർണിവോർ ആണോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നു. ഒപ്പം തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും മനസ്സിലാവുന്നു. അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ആരാണ് പ്രേ ആവുന്നത്, അവിടെ ആരാണ് പ്രിഡേറ്റർ ആവുന്നത് അല്ലെ. ഒരു ഇരയും ഇരപിടുത്തക്കാരനും അല്ലെ, പ്രേയും പ്രിഡേറ്ററും ആവുന്നത് ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരെന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് പ്രൊഡ്യൂസേഴ്സ്. എപ്പോഴും ഫുഡ് ചെയിൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിലായിരിക്കും? പ്രൊഡ്യൂസേഴ്സിലായിരിക്കും. അതായത് ഗ്രീൻ പ്ലാന്റ്സ്, ഗ്രീൻ പ്ലാന്റ്സ് ആണല്ലോ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. അപ്പൊ പ്രൊഡ്യൂസേഴ്സിലാണ് എപ്പോഴും ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ 3 ഫുഡ് ചെയിൻ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ഫുഡ് ചെയിനും സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിലാണ്? ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലെ. കോൺ, ക്യാരറ്റ്സ്, ഗ്രാസ് അല്ലെ. ഇത് 3ആണ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ എപ്പോഴും ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിലാണ്? ഒരു പ്രൊഡ്യൂസേഴ്സിലാണ്, ഒരു പ്രൊഡ്യൂസറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി കൺസ്യൂമേഴ്സ് ഫീഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് അല്ലെ, നാച്ചുറലി അല്ലെ. കൺസ്യൂമേഴ്സ് ആരെ ആശ്രയിച്ച് ജീവിക്കുന്നു? പ്രൊഡ്യൂസേഴ്സിനെ ഭക്ഷിച്ച് ആശ്രയിച്ച് ജീവിക്കുന്നു. ഇനി നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഫുഡ് ചെയിൻ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഒരു ഫുഡ് ചെയിൻ ആണ് എന്ത്? ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ അല്ലെ. ഗ്രാസ് ആണ് സ്റ്റാർട്ടിങ്, ഗ്രാസ് ആണ് പ്രൊഡ്യൂസർ. ഗ്രാസ് ആര് കഴിക്കുന്നു? ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു. ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കുന്നു. ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു. സ്നേക്കിനെ ഈഗിൾ കഴിക്കുന്നു. ഈഗിള് ഡൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മണ്ണില് വീണിട്ട് ഡീകമ്പോസേഴ്സ് അതിനെ അലിയിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നു. ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് പോകുന്നത്. ഈ ഒരു ഫുഡ് ചെയിൻ പ്രോസസ്സ് വഴി ഒരു ബാലൻസിങ്ങും അവിടെ സാധ്യമാകുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തൊരു ടേമാണ് ഫുഡ് വെബ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ ഫുഡ് ചെയിനില് അതിന്റെ ഒരു നെറ്റ്വർക്ക് ആണ്. സെവറൽ ഫുഡ് ചെയിൻ ഇന്റർ കണക്റ്റഡ് ടു ഫോം ഫുഡ് വെബ്. വെബ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഇത് പല ഫുഡ് ചെയിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫുഡ് വെബ് കിട്ടുന്നു.
പ്രൈമറി കൺസ്യൂമേഴ്സ് മേ ഫീഡ് ഓൺ വൺ ഓർ മോർ പ്രൊഡ്യൂസേഴ്സ്. ഒരു പ്രൈമറി കൺസ്യൂമർ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റാബിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു റാബിറ്റിന് ഗ്രാസ് കഴിക്കാം. അതേപോലെ തന്നെ ആ റാബിറ്റിന് വേണമെങ്കിൽ ക്യാരറ്റ് കഴിക്കാം. അതേപോലെ ആ റാബിറ്റിന് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും മുരിങ്ങയിലയോ എന്തെങ്കിലും ഒരു ഇല, അങ്ങനെ എന്തെങ്കിലും ഒരു ലീഫ് കഴിക്കാം അല്ലെ. ഇത് ഓപ്ഷൻസ് ആണ് അല്ലെ. ആ പ്രൈമറി കൺസ്യൂമർ ആയിട്ടുള്ള ആ ഒരു ഓർഗാനിസത്തിന്റെ ഓപ്ഷൻസ് ആണ്. അവർക്ക് ഇത് മൂന്നിൽ ഏത് വേണമെങ്കിലും കഴിക്കാം അല്ലെ. അതുപോലെ തന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സിനും വൺ ഓർ മോർ പ്രൈമറി കൺസ്യൂമറിനെ കഴിക്കാം. പോസിബിലിറ്റി ആണ് അല്ലെ. ഇപ്പൊ എന്താണ് സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ ടൈഗർ എടുക്കുകയാണെങ്കിൽ ആ ടൈഗറിനെ ഒരു മാനിനെ കഴിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ അതിനൊരു ആടിനെ കഴിക്കാം, ഗോട്ട് അല്ലെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിനെ കഴിക്കാം. അപ്പൊ അതൊക്കെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ പോസിബിലിറ്റീനെയും ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസിനെയും നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു? ഫുഡ് വെബ് എന്ന് പറയുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഇറ്റ് മെയിൻറ്റെയിൻസ് ബാലൻസ് ഇൻ എൻവയോൺമെന്റ് ബൈ എൻഷുറിങ് ഇനഫ് ഫുഡ് അവൈലബിൾ ഫോർ ഓൾ ആനിമൽസ് ടു ലീവ് ആൻഡ് സർവൈവ്. എല്ലാ അനിമൽസിനും ഫുഡ് അവൈലബിൾ ആക്കി കൊടുക്കുക അല്ലെ. എല്ലാ എല്ലാ ഓർഗാനിസിനും ഫുഡ് അവൈലബിൾ ആക്കി കൊടുക്കുക. എങ്ങനെ? അതായത് ഇപ്പോ ഓരോ ഓർഗാനിസം മറ്റൊരു ഓർഗാനിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെങ്കിലോ അതെന്തായിരിക്കും അത് അല്ലെ. ആ ഒരു ഓർഗാനിസം അതൊന്ന് എക്സ്റ്റിൻറ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റേ ഓർഗാനിസംസും എന്തായി പോകും? എക്സ്റ്റിൻറ്റ് ആയി പോകും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ആ ഒരു ബാലൻസ് അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത്. ഓക്കെ. In the scarcity of one food sources, consumers can survive as they are connected to two or more. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഭക്ഷണവുമായിട്ട് അവർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നില്ലെങ്കിൽ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനും സാധിക്കും. അതാണ് ഫുഡ് വെബിന്റെ ഉദ്ദേശം. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് ഫുഡ് ചെയിൻ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഫുഡ് ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീരീസ് ഓഫ് ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ അതർ ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടി അവർ മറ്റൊരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ചെയിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുഡ് ചെയിൻ എന്ന് പറയാ. അതേപോലെ തന്നെ ഫുഡ് ചെയിൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിലായിരിക്കും. ഇനി സെവറൽ ഫുഡ് ചെയിൻസ് കണക്ട് ചെയ്ത് നമുക്ക് ഫുഡ് വെബ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഫുഡ് വെബ് ഉണ്ടാക്കുന്നത് വഴി നമ്മുടെ എർത്തിലുള്ള ലൈഫിന്റെ ഒരു ബാലൻസിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം അല്ലെ. ഓക്കെ. എനർജി ആൻഡ് ന്യൂട്രിയൻസ് എൻ്റർ ഇൻ ടു ഫുഡ് ചെയിൻ ബൈ ദ വേ ഓഫ്. എങ്ങനെയാണ് എനർജി ന്യൂട്രിയൻസും ഒരു ഫുഡ് ചെയിനിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? പ്രൊഡ്യൂസേഴ്സ് വഴിയായിട്ടാണ് അല്ലെ. എങ്ങനെയാണത്? പ്രൊഡ്യൂസേഴ്സ് ആണ് സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് അവര് സ്റ്റാർച്ച് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവര് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അതുവഴി അവര് ആ ഒരു എനർജി കൺസർവ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയാണ് ആ ഒരു എനർജിയും ന്യൂട്രിയൻസും ആര് ഈ ഒരു ഫുഡ് ചെയിനിലേക്ക് കൊണ്ടുവരുന്നത്. ആൾക്കാർ ആരൊക്കെയാണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. ഇനി വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഫുഡ് ചെയിൻ? താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടൊരു ഫുഡ് ചെയിൻ? ഏതാണ്? ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ ബേസിക് ഫുഡ് ചെയിൻ ആണ്. അപ്പൊ അത് എന്താണ്? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ ആണ്. അപ്പൊ അതാണ് ആൻസർ. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. ബാക്കിയുള്ളതൊക്കെയോ? ബാക്കിയുള്ളതൊക്കെ എന്താണ്? കുറച്ച് മിക്സ്ഡ് അപ്പ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടൊരു ഫുഡ് ചെയിൻ അല്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ച ടോപ്പിക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക് ആയിട്ട് വരാം. അപ്പൊ അതുവരെ താങ്ക് യു.